തീർത്തും അപ്രതീക്ഷിതമായാണ് ഷാഫി പറമ്പിൽ വടകര സ്ഥാനാർത്ഥിയായി എത്തിയത്. സിറ്റിംഗ് MP കെ മുരളീധരൻ പ്രചരണം തുടങ്ങി മുന്നേറുന്നതിനിടെ തൃശൂരിലേക്ക് മാറിയതാണ് ഷാഫി പറമ്പിലിന് നറുക്കുവീഴാൻ കാരണമായത്. യുവ നേതാവ് എന്ന നിലയ്ക്ക് ചെറുപ്പക്കാർക്കിടയിൽ തരംഗം സൃഷ്ടിക്കാൻ ഷാഫിക്ക് കഴിയുമെന്ന കണക്കുകൂട്ടലാണ് UDF-നുള്ളത്. എതിർ സ്ഥാനാർത്ഥിയായ കെ ശൈലജയെ കളത്തിലിറക്കുമ്പോൾ CPM-നും ഇതേ പ്രതീക്ഷകൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വിളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ മുന്നണികൾ പരസ്പരം കൊമ്പുകോർക്കുകയാണ്. ഈ കൊമ്പുകോർക്കൽ സൈബർ വാളുകളിലൂടെയാണ് എന്ന് മാത്രം. കനത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്ന കെ ശൈലജ ടീച്ചർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എതിർ സ്ഥാനാർത്ഥി കൂടിയായ ഷാഫി പറമ്പിലിനെയാണ്. എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ കനത്തപ്പോൾ മൗനം വെടിഞ്ഞ ഷാഫി പറമ്പിൽ പക്ഷേ എല്ലാ ആരോപണങ്ങളെയും തള്ളുകയാണ്. ഈ വിഷയത്തിൽ തന്റെ പേര് വലിച്ചിടുന്നത് എന്തിനാണെന്ന് ഷാഫി പറമ്പിൽ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒരു പങ്കുമില്ലാത്ത വിഷയമാണിത്. ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യവുമില്ല. മണ്ഡലത്തിൽ നിലവിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം മാത്രമാണിത്. തന്റെ പേര് വലിച്ചിടുന്നതിനെ നിയമപരമായി നേരിടുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ 22 കൊല്ലമായി KSU പ്രവർത്തനം തുടങ്ങിയിട്ട്. ഞാൻ 13 കൊല്ലമായിട്ട് നിയമസഭയിലുണ്ട്. ഞാൻ 15 കൊല്ലമായിട്ടും നവമാധ്യമങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. എന്റെ നാവിൽ നിന്നോ വാക്കിൽ നിന്നോ ഇതുവരെ അനാവശ്യമായതൊന്നും ഒരാളെ പറ്റിയും ഇല്ലാത്തതും ആക്ഷേപവും വ്യക്തിഹത്യ നടത്തിയ ശീലം എനിക്കില്ല. ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്നവനല്ല ഞാൻ. എന്റെ മനസ്സറിവോടെ അങ്ങനെ ഒരു കാര്യം നടത്തേയില്ല. അങ്ങനെ നടന്നിട്ട് എനിക്ക് ജയിക്കുകയും വേണ്ട. എനിക്ക് ഉള്ളത് പറഞ്ഞിട്ട് ജനങ്ങൾ വോട്ട് ചെയ്താൽ മതി. ഉള്ളത് ജനങ്ങളോട് സംവദിച്ചിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ മതി. ഒരാളെയും മോശക്കാരനോ മോശക്കാരിയോ ആക്കിയിട്ട് ജയിക്കാൻ വന്നതല്ല. വടകരയുടെ നന്മയും നാളെയും പറഞ്ഞിട്ട് ജയിക്കാൻ വന്നത് തന്നെയാണ്. അങ്ങനെ ജയിക്കാൻ കഴിയുമെന്നുള്ള നല്ല വിശ്വാസം എനിക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാത്രം എത്തി നിൽക്കുമ്പോൾ ഞാൻ അറിയാത്ത കാര്യത്തിന് എന്റെ പേരിൽ പരാതി കൊടുത്ത് പത്രസമ്മേളനം നടത്തി നവമാധ്യമങ്ങളിലൂടെ മുഴുവൻ പ്രചരിപ്പിക്കുക. എന്റെ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ ആക്ഷേപകരമായി പോസ്റ്റ് ഇട്ടു, കമന്റ് ഇട്ടു എന്നാ പറയുന്നത്. എന്റെ ഫേസ്ബുക്ക് പബ്ലിക് ഡൊമൈനാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കയറി പരിശോധിക്കാം. ആ ഫേസ്ബുക്കിൽ എവിടെയാ മോശപ്പെട്ടൊരു വാക്ക് നീ പറഞ്ഞ ആളുകൾ കണ്ടെത്തി തരട്ടെ. അതിലെവിടെയാ ഞാൻ ആൾക്കാരെ ആക്ഷേപിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തി തരട്ടെ. ഞങ്ങൾ ആരും അങ്ങനെ വ്യക്തിഹത്യയെ പിന്തുണക്കില്ല. അതിന്റെ പിന്നാലെ നടക്കില്ല. അതിന് സംരക്ഷണം കൊടുക്കില്ല. അതിനെ ഞങ്ങൾ തള്ളിപ്പറയും. ഞാൻ ഒരു കാര്യം പറയുന്നു, എന്റെ മനസ്സും വാക്കും അറിയാത്ത കാര്യങ്ങൾക്കെതിരെ എന്നെ നിരന്തരം ഇപ്പതാ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം ഇവരുടെ ലോജിക്ക് വെച്ച് നോക്കിയിട്ടാണെങ്കിൽ ഞാനാണോ മുദ്രാവാക്യം വിളിച്ചത്? ഞാനാണോ മുദ്രാവാക്യം വിളിപ്പിച്ചത്? പക്ഷെ എന്റെ ഫോട്ടോയും പേരും വെച്ചിട്ടല്ലേ മുഴുവൻ ഇടത്തും പ്രചരണം നടത്തിയത്. ആ പ്രകടനത്തിൽ മുഴുവൻ എനിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളല്ലേ വിളിപ്പിച്ചത്. അപ്പൊ അതൊന്നും വ്യക്തിഹത്യയല്ലേ? അതൊക്കെ രാഷ്ട്രീയ മര്യാദയാണോ? ഞാൻ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും CPM-ന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിക്കണം. എവിടെയാണ് മോശപ്പെട്ട ഒരു വാക്ക് ഉപയോഗിക്കുന്നവനായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്? എവിടെയാണ് എന്റെ നവമാധ്യമങ്ങൾ ഇടപെടലുകളിൽ എവിടെയെങ്കിലും ഒരു വാക്കെങ്കിലും ഒരാളെ പറ്റി മോശമായി ഞാൻ പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് വ്യക്തിഹത്യ നടത്തി ഒരു തെരഞ്ഞെടുപ്പിന് ഞാൻ ജയിച്ചിട്ടുള്ളത്? രമ്യ ഹരിദാസിന് നേരെയും സൈബർ ആക്രമണം കനത്തപ്പോൾ നടപടി സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി അദ്ദേഹം ചോദിച്ചു വെക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആർക്കു നേരെ ഉണ്ടായാലും കേസെടുക്കണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഇത് ആദ്യമായല്ല തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾക്കെതിരെ നേരെ നടക്കുന്ന സൈബർ ആക്രമണം. മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ സ്വാഭാവികമാണ് എന്ന നിലപാടാണ് പൊതുവെ കണ്ടുവരുന്നത്. എന്നാൽ രാഷ്ട്രീയപരമാണെങ്കിലും സാമൂഹ്യപരമാണെങ്കിലും ഇത്തരം രീതികൾ ആരോഗ്യപരമായ പ്രവൃത്തിയല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി വടകരയിലെ ശൈലജ ടീച്ചർക്കെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 15 വർഷമായി UDF നെഞ്ചോട് ചേർത്ത വടകര പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ കെ ശൈലജ ടീച്ചറെ കളത്തിലിറക്കിയത്. ടീച്ചർക്കുള്ള പൊതുസമ്മതിയും അംഗീകാരവും ഇവിടെ മാറ്റത്തിന് വഴി തുറക്കുമെന്ന വലിയ പ്രതീക്ഷ യഥാർത്ഥത്തിൽ CPM-നുണ്ട്. സംസ്ഥാനത്തിനെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ നിപ്പയെയും കോവിഡിനെയും പിടിച്ചു നിർത്തിയതിലൂടെ ടീച്ചർക്ക് ലഭിച്ച ആഗോള പ്രശസ്തി വോട്ടായി മാറും എന്ന പ്രതീക്ഷയിലാണ് യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയുള്ളത്. പ്രചരണത്തിൽ ഇടതുമുന്നണി മുന്നേറുന്നതിനിടെയാണ് മണ്ഡലത്തിൽ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിയുണ്ടാവുകയും ഒരു CPM പ്രവർത്തകനും മരിക്കുകയും ചെയ്തത്. ബോംബ് നിർമ്മിച്ചതിന്റെ പേരിലുള്ള ചർച്ച ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. UDF ഇതിന്റെ പേരിൽ വൻ പ്രചരണം നടത്തി. ഇതിനെല്ലാം ഇടയിലാണ് ശൈലജ ടീച്ചർക്ക് എതിരായ സൈബർ ആക്രമണം ആരംഭിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം ഷാഫിക്കുള്ള തോൽവി ഭയമാണെന്നും ഇടതുപക്ഷം വിമർശിച്ചിരുന്നു. ഈ തോൽവി ഭയം തന്നെയാണ്
തന്നെയാണ് UDF-നെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നതെന്നും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാഷ് പറയുമ്പോഴും ഇത് ഒട്ടും ആരോഗ്യപരമായ കാര്യമല്ലെന്നും അങ്ങേയറ്റം മോശമായ പ്രവൃത്തിയാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറയുമ്പോഴും കൃത്യമായ മറുപടി നൽകാൻ UDF-ന് കഴിഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമായ വസ്തുത തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ടീച്ചറെ വ്യക്തിഹത്യ നടത്തുന്ന വിധത്തിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വ്യാജ ലെറ്റർ ഹെഡിൽ ഇത് ടീച്ചറമ്മയല്ല ബോംബമ്മയാണ് എന്ന് എഴുതി പ്രചരിപ്പിച്ചു. മുസ്ലിം ജനവിഭാഗം ആകെ മൊത്തം വർഗീയവാദികളാണെന്ന് ടീച്ചർ പ്രസംഗിച്ചു എന്ന തരത്തിലുള്ള പ്രചരണവും സൈബർ ഇടത്തിൽ നടന്നു. ഫോട്ടോ മോർഫ് ചെയ്തും അശ്ലീല പദങ്ങൾ ചേർത്ത ടീച്ചർക്കെതിരെ നീക്കവുമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് പോലീസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയെല്ലാമാണെങ്കിലും എതിർ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ ചില്ലറക്കാരനല്ല എന്ന് ആദ്യമേ തെളിയിച്ചതാണ്. അദ്ദേഹം വന്ന ദിവസം തന്നെ ഉണ്ടാക്കിയ ഓളം അതിന് ഉദാഹരണമാണ്. വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള സർവേ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് സർവേ ഫലങ്ങൾ പോലും പ്രവചനാതീതമാണ്.